നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസ് അനലിസ്റ്റിലേക്ക് സ്വാഗതം. സുഗന്ധി ഇന്ത്യൻ ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് ആർട്ടിക്കിൾ ഇന്തോനേഷ്യ ഇഷ്യൂസ് സുനാമി അലർട്ട് ആഫ്റ്റർ ഇറപ്ഷൻസ് അറ്റ് റുവാങ് മൗണ്ടൻ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും സുനാമി റിലേറ്റഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റുവാങ് മൗണ്ടനെ കുറിച്ചൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിന് വ്യൂ പോയിന്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജോഗ്രഫി എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി നമ്മുടെ ഫിസിക്കൽ ജോഗ്രഫിയും ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ വേൾഡ് ജോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ആർട്ടിക്കിളിന്റെ ഡിസ്കഷൻ മുന്നോട്ട് പോകുന്നത്. സോ എന്താണ് ഇവിടെ വാർത്തയായിട്ട് മെയിൻലി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റുവാൻ മൗണ്ടൻ ബേസിക്കലി ഒരു വോൾക്കാനോ ആണ്, ഒരു സ്ട്രാറ്റോ ബേസ്ഡ് വോൾക്കാനോയാണ്. ആ ഒരു വോൾക്കാനോ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഒറ്റ ദിവസം 24 മണിക്കൂറിൽ 5 തവണ 5 ലാർജ് ഇറപ്ഷൻസ് ആണ് ബേസിക്കലി കോസ് ചെയ്തത്. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ ബേസിക്കലി ആ ഒരു പ്രദേശത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഒഴിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിവേ ഈ ഒരു മൗണ്ടൻ സിറ്റുവേറ്റ് ചെയ്യുന്ന ഇന്തോനേഷ്യയിലെ നോർത്തേൺ സൈഡിലുള്ള സുലവേസി ഐലൻഡിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കുറേ എന്താ പറയുക മീൻസ് ഐലൻഡിന്റെ പേരുകളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരുന്ന കാരണം നമുക്ക് ആ ഇന്തോനേഷ്യയുടെ മാപ്പ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇന്തോനേഷ്യ ഈ ഒരു മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഒരു ബേസിക്കലി ഒരു ആർച്ചിപ്പിലാഗയാണ്. ആർക്കിപ്പിലാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. ഐലൻഡ്സിന്റെ ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം ഐലൻഡ്സുകളെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് ആർക്കിപ്പിലാഗോ എന്നുള്ള പേര് ഓർത്തിരിക്കാം. സോ ഇന്തോനേഷ്യ ബേസിക്കലി ആർക്കിപ്പിലാഗയാണ്. അതിനകത്ത് നോർത്തിലേക്കുള്ള സുലവേസി ഐലൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ സുലവേസി ഐലൻഡിലെ ഒരു വോൾക്കാനിക് മൗണ്ടൻ ആണ് ബേസിക്കലി ഇപ്പോൾ ഇറപ്റ്റ് ചെയ്തിരിക്കുന്ന വാർത്തയിലുള്ള മൗണ്ട് റുവാങ് എന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. സോ വൺസ് ഈ മാപ്പ് പഠിച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടെ ജക്കാർത്ത കാണാൻ സാധിക്കും, അതേപോലെ തന്നെ സുമാത്ര ഐലൻഡുകൾ, ഇതെല്ലാം ബേസിക്കലി ഇന്തോനേഷ്യയുടെ കീഴിലേക്ക് വരുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഇന്തോനേഷ്യ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് അഥവാ ആർക്കിപ്പിലാഗോ എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. സോ ഇനി അടുത്തതായിട്ട് ഈ മൗണ്ട് റുവാങ്ങിന്റെ ബേസിക്കലി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ്സ് ബേസിക്കലി സ്ട്രാറ്റോ വോൾക്കാനോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. സോ മൗണ്ട് റുവാങ് ഇസ് എ സ്ട്രാറ്റോ വോൾക്കാനോ ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് സുലവേസി പ്രൊവിൻസ് ഓഫ് ഇന്തോനേഷ്യ, പ്രോൺ ടു റെഗുലർ വോൾക്കാനിക് ആക്ടിവിറ്റി ആണ്. റെഗുലർ ആയിട്ട് വോൾക്കാനിക് ആക്ടിവിറ്റിക്ക് പ്രോൺ ആയിട്ടുള്ള ഒരു വോൾക്കാനോ ആണ് ഈ മൗണ്ട് റുവാങ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. ദെൻ ബേസിക്കലി സ്ട്രാറ്റോ വോൾക്കാനോസ് ആർ കോണിക്കൽ ആൻഡ് റിലേറ്റീവ്ലി സ്റ്റീപ്പ് സൈഡ് ആണ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് വിസ്കസ് സ്റ്റിക്കി ലാവ ദാറ്റ് ഡസ് നോട്ട് ഫ്ലോ ഈസിലി. അതായത് ഈ ഒരു സ്ട്രാറ്റോ വോൾക്കാനോസിന്റെ പ്രത്യേകതയാണ്, നമുക്ക് എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. കോണിക്കൽ ഷേപ്പ് ആണ്, റിലേറ്റീവ്ലി സ്റ്റീപ്പ് സൈഡാണ്. സ്റ്റീപ്പ് ആയിട്ടാണ് ഇവിടെ എഡ്ജസ് നോക്കി കഴിഞ്ഞാൽ സ്റ്റീപ്പ് ആയിട്ടുള്ള എഡ്ജസ് ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം സ്റ്റിക്കി ആയിട്ടുള്ള ദാറ്റ് ഡസ് നോട്ട് ഫ്ലോ ഈസിലി, ഒഴുകി പെട്ടെന്ന് പോകാൻ പറ്റത്തില്ലാത്ത അല്ലെങ്കിൽ വിസ്കോസിറ്റി തീർത്തും ലോ ആയിട്ടുള്ള തരം വോൾക്കാനിക് ലാവാസ് ആണ് ബേസിക്കലി ഇത്തരത്തിൽ മൗണ്ടൻസ് സ്ട്രാറ്റോ വോൾക്കാൻസ് നിന്നും ഇറപ്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇവയുടെ ഹൈറ്റ് ബേസിക്കലി ഒരു സ്റ്റീപ്പ് സൈഡായിട്ടായിരിക്കും, സ്റ്റീപ്പ് ആയിട്ടുള്ളൊരു സൈഡായിട്ടായിരിക്കും ഇത് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നേരെ തിരിച്ച് വിസ്കസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ ലാവ ഒഴുകി പോയി അതിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി സ്റ്റീപ്പ് ആയിട്ടുള്ള സൈഡ് ഫോം ചെയ്തില്ല. സോ അപ്പോൾ ഈ പോയിന്റ് എക്സാമിന് വ്യൂ പോയിന്റ് മനസ്സിലാക്കിയിരിക്കണം. സ്ട്രാറ്റോ വോൾക്കാനോസ് ആർ കോണിക്കൽ ആൻഡ് റിലേറ്റീവ്ലി സ്റ്റീപ്പ് സൈഡ് ആണ്. എന്ത് കാരണത്താലും ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് വിസ്കസ് സ്റ്റിക്കി ലാവ ദാറ്റ് ഡസ് നോട്ട് ഫ്ലോ ഈസിലി. ആൻഡ് ദെൻ സ്ട്രാറ്റോ വോൾക്കാനോസ് ഓപ്പൺ പ്രൊഡ്യൂസ് എക്സ്പ്ലോസീവ് ഇറപ്ഷൻസ് ഡ്യൂ ടു ഗ്യാസ് ബിൽഡപ്പ് ഇൻ ദ മാഗ്മ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു ഇറപ്ഷൻസ് ആണ് ഇത്തരത്തിൽ സ്ട്രാറ്റോ വോൾക്കാനോസ് കോസ് ചെയ്യുന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചേക്കാം. ദെൻ ഇത്തരത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കുന്ന ഒരു ക്രേറ്റർ ആണ്. അതായത് തൊട്ടുമുമ്പ് നമ്മൾ കണ്ട പോലെ ഇതുപോലെയുള്ളൊരു സ്ട്രാറ്റോ വോൾക്കാനോസ് ഒക്കെ തന്നെ ഇറപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഹൈ ഇറപ്ഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം അത്രത്തോളം ഗ്യാസ് ബിൽഡ് ചെയ്ത് ഇറപ്റ്റ് ചെയ്യുന്ന കാരണം വലിയൊരു ഇറപ്ഷൻ, ഒരു സ്ഫോടനത്തോടു കൂടിയുള്ള ഇറപ്ഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. ആ ഇറപ്ഷന്റെ ഫോർമേഷൻ, ആ ഒരു ഇറപ്ഷന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഒരു ഫോം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ക്രേറ്റർ. അതിന്റെ ആ മൗണ്ടന്റെ ടോപ്പ് മോസ്റ്റ് പോർഷൻ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തെ ഒരു പിക്ചർ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പിക്ചർ ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത് ആ മൗണ്ടന്റെ ടോപ്പിൽ. ആൻഡ് ദാറ്റ് കോൾ എ ക്രേറ്റർ. ക്രേറ്റർ എന്ന് പറയുമ്പോഴേക്കും ആ ഭാഗം റിമൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്നതാണ്. ഈ ക്രേറ്ററിൽ വൺസ് വാട്ടർ ഒക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ ഒരു ലേക്ക് പോലെയൊക്കെ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇത് വലിയൊരു ഏരിയ ആയിട്ട് തന്നെയാണ്. പിക്ചറിൽ നമുക്ക് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നേ ഉള്ളൂ, പക്ഷേ ഈ ക്രേറ്റർ എന്ന് പറയുമ്പോഴേക്കും വലിയൊരു ഏരിയ ആണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ അവിടെ വെള്ളം നിറഞ്ഞു കഴിയുമ്പോഴേക്കും ഒരു ലേക്ക് ഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ലേക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രേറ്റർ ലേക്ക് എന്നുള്ള കാര്യം ഓർക്കുക. ക്രേറ്റേഴ്സ് ആണ് ഈ ഫോം ചെയ്യുന്ന ക്രേറ്റേഴ്സ് ആണ്. സോ ഈ ഒരു ക്രേറ്ററിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോഴേക്കും അവിടെ രൂപപ്പെടുന്ന ലേക്കിനെ വിളിക്കുന്ന പേരാണ് ക്രേറ്റർ ലേക്ക് എന്നുള്ള കാര്യം ഓർക്കുക. ഇത്തരത്തിൽ ഇന്ത്യയിലുള്ള ഒരു ക്രേറ്റർ ലേക്കാണ് ലോണാർ ലേക്ക്. ഓക്കെ, സോ ലോണാർ ലേക്ക് എവിടെയാണെന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തണം. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് എക്സാംസിനൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ലോണാർ ലേക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണെന്നുള്ളൊരു പോയിന്റ് ജസ്റ്റ് നിങ്ങളുടെ കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കാം. ഓക്കെ, സോ ലോണാർ ലേക്ക് ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു ടെക്ടോണിക് ആക്ടിവിറ്റി, ഇത്തരത്തിൽ ഒരു ടെക്ടോണിക് ആക്ടിവിറ്റിയുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട ഇന്ത്യയിലെ ഒരു ലേക്ക് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. സോ എന്താണ് ക്രേറ്റേഴ്സിൽ ലേക്ക് ഫോം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രേറ്റർ ലേക്സ്. അത്തരത്തിൽ ഇന്ത്യയിലെ ഒരു ക്രേറ്റർ ലേക്ക് ആണ് ലോണാർ ലേക്ക്. ഓക്കെ, സോ പറഞ്ഞത് മറക്കരുത്. ഒരു കമന്റ് ബോക്സിൽ ലോണാർ ലേക്ക് ഏത് സംസ്ഥാനത്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം. സോ എനിവേ ഇതാണ് ലോണാർ ലേക്കിന്റെ ആ ഒരു പിക്ചർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.
സോ എനിവേ ഇന്തോനേഷ്യയെക്കുറിച്ച് നമുക്ക് കുറച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇന്തോനേഷ്യ നമ്മൾ ഓൾറെഡി പറഞ്ഞു വാസ്റ്റ് ആർക്കിപ്പെലാഗോയാണ്. ബിക്കോസ് ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിന്റെ ഒരു സമൂഹമാണ് ഇന്തോനേഷ്യ. അതുകൊണ്ടാണ് ആർക്കിപ്പെലാഗോ എന്നുള്ള പേര് വരുന്നത്. വിച്ച് എക്സ്പീരിയൻസസ് ഫ്രീക്വന്റ് സീസ്മിക് ആൻഡ് വോൾക്കാനിക് ആക്ടിവിറ്റി ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ ഓൺ പസഫിക് റിംഗ് ഓഫ് ഫയർ. ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഈ ഒരു എൻറ്റയർ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ബേസിക്കലി പസഫിക് ഓഷ്യനിൽ റിംഗ് ഓഫ് ഫയർ എന്നുള്ളതിന്റെ മുകളിലായിട്ടാണെന്ന് പറയപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇന്തോനേഷ്യയിൽ നമ്മൾ കേന്ദ്രീകരിച്ച് പലവിധ എന്താ പറയുക ടെക്ടോണിക് ആക്ടിവിറ്റീസ് നമ്മൾ കേൾക്കാറുണ്ട്. ഇതിനു മുമ്പാണെങ്കിൽ പണ്ട് നമ്മുടെ ഒരു സുനാമി ഉണ്ടായതും ഈ ഇന്തോനേഷ്യൻ സമൂഹങ്ങളിലാണ്. അപ്പോൾ ഇവിടെ നിരന്തരം ഈ പറഞ്ഞ ഇത്തരത്തിൽ ടെക്ടോണിക് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ടെക്ടോണിക് ആക്ടിവിറ്റീസിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ സുനാമീസും അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ തന്നെ പലപ്പോഴും രൂപപ്പെടാറുള്ളത്. സോ എന്താണ് ഈ ഒരു പസഫിക് ഈ മേഖലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ പസഫിക് റിംഗ് ഓഫ് ഫയർ കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഈ മേഖലയെ റിംഗ് ഓഫ് ഫയർ എന്ന് വിശേഷിപ്പിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ റിംഗ് ഓഫ് ഫയർ ഇസ് ആൻ ആർക്ക് വെയർ ടെക്ടോണിക് പ്ലേറ്റ്സ് കൊളൈഡ് ദാറ്റ് സ്ട്രെച്ചസ് ഫ്രം ജപ്പാൻ ത്രൂ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് അക്രോസ് ദ പസഫിക് ബേസിൻ. അതായത് നമ്മൾ ജോഗ്രഫി ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ടെക്ടോണിക് മൂവ്മെന്റ്സുകൾ എന്ന് പറയുമ്പോഴേക്കും അത് 3 രീതിയിലാക്കാം. ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ്സിനെ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാമതാണ് കൺവർജന്റ് പ്ലേറ്റ് മൂവ്മെന്റ്സ് ഉണ്ട്. കൺവർജന്റ് ആയിട്ടുള്ള പ്ലേറ്റ് മൂവ്മെന്റ്സ്. കൺവർജന്റ് എന്ന് പറയുമ്പോഴേക്കും ഇത് 2 ടെക്ടോണിക് പ്ലേറ്റുകളാണെങ്കിൽ ഇവ തമ്മിൽ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവർജ് ചെയ്യുന്ന തരത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മീൻസ് സെയിം ഡയറക്ഷനിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഇവ ഈ പറഞ്ഞ പോലെ തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ. അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ വരുന്നതാണ് നമ്മുടെ കൺവർജന്റ് പ്ലേറ്റ് മൂവ്മെന്റ്സ് വരും. ഇനി രണ്ടാമത്താണ് ഈ പറഞ്ഞ പോലെ ഡൈവർജന്റ് പ്ലേറ്റ് മൂവ്മെന്റ്സ്. ഓക്കെ, ഡൈവർജന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ പേരാണ് ഡൈവർജന്റ്. സോ ഡൈവർജന്റ് എന്ന് പറയുമ്പോഴേക്കും 2 പ്ലേറ്റുകൾ ഉണ്ടെങ്കിൽ അവ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് ഡൈവർജന്റ് ആയിട്ടുള്ള പ്ലേറ്റ് മൂവ്മെന്റുകൾ എന്ന് പറയും. ഇനി മൂന്നാമതാണ് ട്രാൻസ്ഫോം. ഓക്കെ, ട്രാൻസ്ഫോം എന്ന് പറയുമ്പോഴേക്കും സപ്പോസ് ഇതൊരു പ്ലേറ്റ് ആണ്, ഇത് രണ്ടാമത്തെ ഒരു പ്ലേറ്റ്, ഓക്കെ, ഇത് രണ്ടാമത്തെ ഒരു പ്ലേറ്റ് ആണെങ്കിൽ ഇവ തമ്മിൽ കൊളൈഡ് ചെയ്ത് ഉരഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവും. അതാണ് ട്രാൻസ്ഫോം മൂവ്മെന്റ്സ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പസഫിക് ഓഷനിൽ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർജന്റ് ആയിട്ടുള്ള പ്ലേറ്റ് മൂവ്മെന്റ്സ് ആണ്. കൺവേർജന്റ് ആയിട്ടുള്ള പ്ലേറ്റ് മൂവ്മെന്റ്സ് ആണ് പസഫിക് ഓഷനിൽ കാണുന്നത്. എന്നാൽ അറ്റ്ലാന്റിക് ഓഷനിൽ കാണുന്നത് ഡൈവർജന്റ് ആയിട്ടുള്ള പ്ലേറ്റ് മൂവ്മെന്റ്സ് ആണ്. അറ്റ്ലാന്റിക് ഓഷനിൽ ഡൈവർജന്റ് പ്ലേറ്റ് മൂവ്മെന്റ്സ് ആണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് പസഫിക് ഓഷൻ ആണ് ഏറ്റവും വലിയ ഓഷനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇത് പസഫിക് ഓഷൻ ആണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ നോക്കുവാണെങ്കിൽ പസഫിക് ഓഷന്റെ സൈസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ദിസ് കൺവേർജന്റ് പ്ലേറ്റ് മൂവ്മെന്റ്. ഈ പ്ലേറ്റ് മൂവ്മെന്റുകൾ കൺവേർജ് ചെയ്യുന്ന കാരണം പസഫിക് ഓഷന്റെ സൈസ് ഇപ്പോൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേ സ്ഥാനത്ത് അറ്റ്ലാന്റിക് ഓഷന്റെ സൈസ് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്? അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ബിക്കോസ് ഓഫ് ആ ഒരു ഡൈവേർജന്റ് ആയിട്ടുള്ള പ്ലേറ്റ് മൂവ്മെന്റ്സ് കാരണം. സോ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരം ഈ ഒരു ടെക്ടോണിക് ആക്ടിവിറ്റീസ് നടക്കുന്നതുകൊണ്ടിട്ടാണ് പസഫിക് ഓഷനെ ആ ഒരു ഇന്തോനേഷ്യക്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെ റിംഗ് ഓഫ് ഫയർ എന്ന് വിശേഷിപ്പിക്കുന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ നിന്ന് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ എസ്പെഷ്യലി ജോഗ്രഫിയുടെ വ്യൂ പോയിന്റിൽ പഠിച്ച് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇത് ബേസിക്കലി നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ഇന്ത്യാസ് ന്യൂആൻസ്ഡ് അപ്രോച്ച് ഇൻ ദ സൗത്ത് ചൈന സീ എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ആർട്ടിക്കിളിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുതരാം. അതിനുശേഷമേ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ബേസിക്കലി ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് അതേപോലെ ഇന്ത്യ ഫിലിപ്പൈൻസ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് ഈ ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ ഫിലിപ്പൈൻസ് റിലേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് 2 രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ മാപ്പൊക്കെ വെച്ച് നമ്മൾ പഠിക്കുന്ന കാരണം തീർച്ചയായിട്ടും വേൾഡ് ജോഗ്രഫി പ്രിലിംസിന് വേൾഡ് ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിനെ മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. സോ അപ്പം ഈ ഒരു ആർട്ടിക്കിളിന്റെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഇതിന്റെ കാരണം ബേസിക്കലി കഴിഞ്ഞ മാസമാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഡോക്ടർ ജയശങ്കറും അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഫിലിപ്പൈൻസ് സന്ദർശിച്ചു. അപ്പോൾ ഫിലിപ്പൈൻസ് സന്ദർശിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഫിലിപ്പൈൻസ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ ആദ്യം മാപ്പ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു മാപ്പ് നമ്മുടെ സൗത്ത് ചൈന സീയുടെ മാപ്പാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സൗത്ത് ചൈന സീ എന്ന് പറയുമ്പോഴേക്കും ചൈനയുടെ ഏറ്റവും വലിയ അഗ്രസീവായിട്ട് അഗ്രഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് സൗത്ത് ചൈന സീ. ചൈന എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് വളരെയധികം ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ വളരെ അഗ്രസീവായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അവർ ലാൻഡ് ബേസ്ഡ് ആയിട്ടും അത്തരത്തിൽ അഗ്രഷൻ നടത്തുന്നുണ്ട്, എന്നാൽ മാരിടൈം ആയിട്ട് നടക്കുന്നുണ്ട്. ലാൻഡ് ബേസ്ഡ് ആയിട്ട് അവർക്ക് അഗ്രസീവ് ആയിട്ടുള്ള ആ ഒരു എക്സ്പാൻഷൻ പോളിസി മൂലം പ്രശ്നമാണ് നമുക്ക് ഇന്ത്യയുമായിട്ട് നിരന്തരം ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. മാരിടൈമിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഈ സൗത്ത് ചൈന സീ. സൗത്ത് ചൈന സീ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നിങ്ങൾക്ക് പല രാജ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ബ്രൂണൈ, ഫിലിപ്പൈൻസ്, അങ്ങനെ പല പല രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളും എല്ലാവരുമായിട്ട് ഈ പറഞ്ഞ പോലെ ചൈനയ്ക്ക് പ്രശ്നങ്ങളുള്ളത്. കാരണം ചൈന പറയുന്നത് ഈ എൻറ്റയർ സൗത്ത് ചൈന സീ അവരുടേതാണ്, ഫുൾ ആ ഒരു അവരുടെ അധീനതയിലുള്ള പ്രദേശം എന്നാണ് പറയപ്പെടുന്നത്. എസ്പെഷ്യലി വാർത്തയിലുള്ള ഐലൻഡ്സ് ആണ് ഈ പാഴ്സൽ ഐലൻഡ്സ്, അതുപോലെ സ്പാറ്റ്ലി ഐലൻഡ്സ്, സ്കാർബോഗ് ഷോൾ, ഇതെല്ലാം ബേസിക്കലി ഇവരുടേതാണെന്നുള്ളതാണ് ചൈന അവകാശപ്പെടുന്നത്. ഈ റെഡ് ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 9 ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ചൈന വികസിപ്പിച്ചെടുത്ത സാധനമാണ്. അതായത് ഈ ഏരിയ ആ ഒരു റെഡ് കളറിൽ കാണുന്ന ഏരിയയിൽ റെഡ് കളറിനുള്ളിലുള്ള ഏരിയാസ് ഫുള്ളും
ചൈനയുടെ അധീനതയിലാണെന്നാണ് പറയപ്പെടാറുള്ളത്. എൻ്റയർ ആ ഒരു സൗത്ത് ചൈന സീ ആ റെഡ് ലൈനിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. സോ എനിവേ ഈ ഫിലിപ്പൈൻസും ബേസിക്കലി സൗത്ത് ചൈന സീയിൽ അവരുടേതായ ഈ പറഞ്ഞ പോലെ ആർഗ്യുമെന്റ്സ് ഉന്നയിക്കുന്നുണ്ട്. ഈ ചില പ്രദേശങ്ങളിൽ അവരുടേതാണ് എന്ന് പറയപ്പെടാറുണ്ട്. സോ ഈ ഒരു പശ്ചാത്തലത്തിൽ ഫിലിപ്പൈൻസും ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ അതിർത്തി തർക്കങ്ങൾ എസ്പെഷ്യലി മാരിടൈം ബോർഡർ ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്. സോ അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പണ്ട് ഈ പറഞ്ഞ പോലെ കേസ് ഫയൽ ചെയ്യുകയും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഫിലിപ്പൈൻസിന് അനുകൂലമൊക്കെ ആയിട്ടാണ് വിധി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇതൊന്നും തന്നെ അംഗീകരിക്കാൻ ആരും റെഡിയല്ല, ചൈന റെഡിയല്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മാർച്ചിൽ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഫിലിപ്പൈൻസ് സന്ദർശിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ചൈനയും ഫിലിപ്പൈൻസ് തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ, അതിർത്തി പ്രശ്നത്തിൽ, മാരിടൈം പ്രശ്നത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആർക്ക് സപ്പോർട്ട് കൊടുത്തു? ഫിലിപ്പൈൻസിന് സപ്പോർട്ട് കൊടുത്തു. ആ കൊടുത്ത സപ്പോർട്ട് ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് വരുന്നില്ല. സോ അങ്ങനെയാണ് ചില പ്രശ്നങ്ങൾ ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നതും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വാർത്ത ബേസിക്കലി വന്നിരിക്കുന്നത്. സോ എനിവേ നമ്മൾ പഠിക്കാനായിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് ഈ ഒരു മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പഠനങ്ങൾ പഠിക്കണം. എസ്പെഷ്യലി പാഴ്സൽ ഐലൻഡ്സ് ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ UPSC പ്രിലിംസിന് ചോദിച്ചതാണ്. പാഴ്സൽ ഐലൻഡ്സ് റീസെന്റ് സീൻ ന്യൂസ് ഏത് കടലിലാണ്, അങ്ങനെയൊക്കെ പലപ്പോഴും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആണെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. സ്പാർട്ട്ലി ഐലൻഡ്സ്, സ്കാർബോർഗ് ഐലൻഡ് എന്നുള്ള കാര്യമൊക്കെ തന്നെ ഓർത്തിരിക്കാം. പിന്നെ ഈ ഒരു സൗത്ത് ചൈന സീ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങളുടെ പേരും നിങ്ങൾ പഠിച്ചിരിക്കുന്നു, വളരെ നല്ലതായിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് വ്യക്തമായിട്ട് എടുക്കാം എന്തുകൊണ്ടാണ് ഈ സൗത്ത് ചൈന സീയിൽ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ എന്താ അവരുടേതായ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കുറേയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എസ്പെഷ്യലി ആദ്യമായിട്ട് പറയുകയാണ് അതിന്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ചൈന സീ ഇസ് എ സ്ട്രാറ്റജിക് ലൊക്കേറ്റഡ് ആണ്, ബോർഡർഡ് ബൈ ചൈന, തായ്വാൻ, അതേപോലെ ഇൻഡോ ചൈനീസ് പെനിൻസുല, അതായത് വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, ദെൻ ഈ പറഞ്ഞ പോലെ ബ്രൂണൈ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ അതിർത്തി പങ്കിടുന്ന ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു സീ ആണ് സൗത്ത് ചൈന സീ എന്നുള്ള കാര്യം ഓർക്കാം. ആൻഡ് സൗത്ത് ചൈന സീയും ഫിലിപ്പൈൻസ് സീയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രേറ്റ് ആണ് ലുസോൺ സ്ട്രേറ്റ്. ഇപ്പം ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ സ്ട്രേറ്റുകളും പഠിച്ചിരിക്കണം, സ്ട്രേറ്റുകളും അറിഞ്ഞിരിക്കും. വാർത്തയിലുള്ള സ്ട്രേറ്റുകളെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഫിലിംസിന് അത് ഗുണമായിട്ട് മാറിയേക്കും. സോ ലുസോൺ സ്ട്രേറ്റ് ഫിലിപ്പൈൻസ് സീയും ഈ സൗത്ത് ചൈന സീയും തമ്മിൽ കണക്ട് ചെയ്യുന്നുള്ള കാര്യം ഓർക്കാം. സോ മാപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് സൗത്ത് ചൈന സീ ഉണ്ട്. ഈ റെഡ് ഡാഷ് ലൈൻ കാണിച്ചിരിക്കുന്ന ചൈനയുടെ 9 ഡാഷ് ലൈൻ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ലുസോൺ സ്ട്രേറ്റ്. ലുസോൺ സ്ട്രേറ്റ് ഈ റൈറ്റ് സൈഡിൽ ഇവിടെയായിട്ടുള്ളത് ഫിലിപ്പൈൻ സീ ആണ്. ഫിലിപ്പൈൻ സീയും സൗത്ത് ചൈന സീയും തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്നതാണ് ലുസോൺ സ്ട്രേറ്റ്. അല്ലെങ്കിൽ ഈ ഫിലിപ്പൈൻസിനും ഇങ്ങോട്ട് മുകളിലേക്ക് തായ്വാനാണ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു ലുസോൺ സ്ട്രേറ്റ് ആയിട്ട് പറയപ്പെടാം. ഓക്കെ, സോ എനിവേ Luzon Strait, and then trade importance. 1/3 of all global shipping passes through this South China Sea. ആഗോളതലത്തിൽ നടത്തുന്ന ട്രേഡുകളുടെ 1/3 ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്, ഈ ഷിപ്പിംഗ് ലൈനിലൂടെ അഥവാ ഈ സൗത്ത് ചൈന സീയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ചൈനയുടെ കാര്യം നോക്കുവാണെങ്കിൽ അവരുടെ മാരിടൈം ട്രേഡിന്റെ 64% ഈ സൗത്ത് ചൈന സീയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ആൻഡ് ഈ പറഞ്ഞ ഇന്ത്യയുടെ മാരിടൈം ട്രേഡിന്റെ 55% ഇതിലൂടെയാണ് ത്രൂ സൗത്ത് ചൈന സീയും മലക്ക സ്ട്രേറ്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ മലക്ക സ്ട്രേറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സ്ട്രേറ്റ് ഓഫ് മലക്ക അത് കണ്ടോ, മലേഷ്യയും അതേപോലെ ഇന്തോനേഷ്യയും തമ്മിലുള്ള സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു നാരോ സ്ട്രേറ്റ് ആണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക. സോ ഇതിലൂടെയാണ് ഇന്ത്യയുടെ ആണെങ്കിൽ 55% മാരിടൈം ട്രേഡും കടന്നു പോകുന്നത്. ദെൻ ഇത് പ്രധാനപ്പെട്ട ഒരു ഫിഷിംഗ് ഗ്രൗണ്ട് കൂടിയാണ്. സോ ഇങ്ങനെ പിന്നെ ഒരുപാടധികം റയർ എർത്ത് എലമെന്റ്സിന്റെ ഈ പറഞ്ഞ പോലെ ശേഖരങ്ങളും ഈ സൗത്ത് ചൈന സീയുടെ അടിയിൽ ഈ പറഞ്ഞ പോലെ കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇതിനാലാണ് എല്ലാ രാജ്യങ്ങളും ഈ സൗത്ത് ചൈന സീക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു. ആ പ്രദേശങ്ങൾ ഈ പറഞ്ഞ പോലെ അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് ആ ഒരു എന്താ പറയുക സൗത്ത് ചൈന സീ അവരുടെ സ്വന്തം സ്ഥലമാക്കി മാറ്റാനായിട്ട് മിക്ക രാജ്യങ്ങളും ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലേക്ക് വെച്ചേക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് നോക്കാനായിട്ടുണ്ടായിരുന്നത്, മാപ്പ് ബേസ്ഡ് ഒക്കെയാണ് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ദെൻ അടുത്ത് നോക്കാനായിട്ടുള്ളത് ഇന്ത്യയും അതേപോലെ ഫിലിപ്പൈൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ്, ഏരിയാസ് ഓഫ് കോപ്പറേഷനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. സോ ഇന്ത്യ ആൻഡ് ഫിലിപ്പൈൻസ് ഫോർമലി എസ്റ്റാബ്ലിഷ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇൻ 26 നവംബർ 1914. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ആ ഒരു സമയത്ത് തന്നെ, ആ ഒരു തുടക്ക സമയത്ത് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പൈൻസ്. എന്നാൽ ഈ ബന്ധത്തിന് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ആഴം വന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് പകർന്നത് 2014 നമ്മൾ ഇൻട്രൊഡ്യൂസ് ആ ഒരു ആക്ട് ഈസ്റ്റ് പോളിസിയിലൂടെയാണെന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പം ഈ മേഖല ഉൾപ്പെടുത്തി ഫിലിപ്പൈൻസുമായിട്ട് നമ്മൾ നിലവിൽ നോക്കുവാണെങ്കിൽ പൊളിറ്റിക്കൽ സെക്യൂരിറ്റിയുടെ മേലിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കോപ്പറേഷൻ ഉണ്ട്. അതേപോലെ ട്രേഡ്, ഇൻഡസ്ട്രി, പീപ്പിൾ ടു പീപ്പിൾ കോപ്പറേഷൻ ഒക്കെ തന്നെ ഫിലിപ്പൈൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ ബൈലാറ്ററൽ ട്രേഡ്. ആസ് പെർ ദ ഒഫീഷ്യൽ ട്രേഡ് ഫിഗേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ബൈലാറ്ററൽ ട്രേഡ് ഫിഗേഴ്സ് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ കഴിഞ്ഞ 2022-23 കാലഘട്ടത്തിലാണ് $3 ബില്യൺ മാർക്ക് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രമാത്രം നമ്മൾ ട്രേഡ് റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പൈൻസ് എന്നുള്ള കാര്യം ഓർക്കാം. സോ പ്രധാനമായിട്ടും ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ അവിടെ നിന്ന് ഫിലിപ്പൈൻസ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾ അറിഞ്ഞിരിക്കുന്ന നല്ലതായിരിക്കും, പ്രിലിംസിന് ആവശ്യമായിട്ട് വന്നേക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെയാണ് എഞ്ചിനീയർഡ് ഗുഡ്സും, ഓട്ടോമൊബൈൽ പാർട്സ്, പെട്രോളിയം പ്രോഡക്ട്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ബൊവൈൻ മീറ്റ്, ഓയിൽ സീഡ്സ്, ടൊബാക്കോ, ഗ്രൗണ്ട് നട്ട്സ് ഒക്കെയാണ് നമ്മൾ ഫിലിപ്പൈൻസിലേക്ക് പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നത്. എന്നാൽ ഫിലിപ്പൈൻസിൽ നിന്നും ഇന്ത്യ പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ മെഷീനറി ഐറ്റംസ്, സെമി കണ്ടക്ടേഴ്സ്, ഓൾസ്, കോപ്പർ, പ്ലാസ്റ്റിക്സ്, പേൾസ്, വേസ്റ്റ് ഫ്രം ഫുഡ് ഇൻഡസ്ട്രി ആൻഡ് ആനിമൽ ഫോഡർ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ
ഫിലിപ്പൈൻസിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഇറക്കുമതി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഡീനയ്ക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഒക്കെ ഏറെക്കുറെയും നമ്മുടെ വേൾഡ് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ്. പ്രിലിംസിന് വളരെയധികം ആവശ്യമായിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്